ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, ഹൗ ആർ യു? എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? സന്തോഷമാണോ എല്ലാവർക്കും? ഞാൻ ഓർത്തൊരു ക്യുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്കായിട്ട് തരാമെന്ന്. സോ ഐ ആം ഹിയർ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇത് ഹീലിംഗ് സ്പോട്ടാണ്. സ്നേഹിയാണ് കൂടെയുള്ളത്. കാർഡ്സ് ഞാനിവിടെ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടേക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ടാരോ കോഴ്സ് അവൈലബിൾ ആണ്. എന്നോട് കുറച്ച് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ടാരോ കോഴ്സിനെ പറ്റിയിട്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ലെറ്റ് മീ നോ. എൻ്റെ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എനിക്കിവിടെ ലഭിക്കുന്നൊരു മെസ്സേജ്, യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് കൊടുക്കുക. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റിസോഴ്സസ്, ഇതിനൊക്കെ ഒരുമിച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു പേപ്പറോ പെനോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫോണിലെങ്കിലും ഒന്ന് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നിങ്ങളൊന്ന് റെഡിയാക്കുക. എന്നിട്ട് അക്കോർഡിംഗ് ടു എ പ്ലാൻ മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു മെസ്സേജ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും മെല്ലെ മെല്ലെ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. മൈറ്റ് ബി ഒരു 2 to 3 months തന്നെ നിങ്ങൾക്കത് ബാലൻസ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ഫോർ ഇറ്റ്. അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക. ക്വിക്കായിട്ട് ഇൻ്റലിജൻ്റായിട്ട് മൂവ് ചെയ്യുക. അതാണ് എനിക്ക് ലഭിക്കുന്ന ഫസ്റ്റ് മെസ്സേജ്. പിന്നെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും ജോബ് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് റിലേറ്റഡ് പോസിറ്റീവായിട്ടുള്ള ഒരു മെയിലോ കോളോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ആരെങ്കിലും ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ബി റെഡി ഫോർ ഇറ്റ്. നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു കോളോ മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എനിക്കിവിടെ ലഭിക്കുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഏതെങ്കിലും എക്സാമൊക്കെ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ആ റിസൾട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നു. അത് വളരെ ഉയർന്ന മാർക്കോടുകൂടി അത് പാസ്സാകാൻ സാധിക്കുമെന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, സ്റ്റേ മോർ ഫോക്കസ്ഡ്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഓൾമോസ്റ്റ് ഒരു 90%, ഒരു 90% അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി വളരെ കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ അത് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ അത് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനൊരു മെസ്സേജ് എനിക്കിവിടെ സ്പെഷ്യലി കാണാൻ സാധിക്കുന്നുണ്ട്. 100% അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് മാത്രം ആ ഒരു കാര്യത്തെ നിങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ ഫോക്കസ് പോവും, നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് പോവും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ 100% എഫേർട്ട് കൊടുക്കുക. സക്സസ് വന്നതിന് ശേഷം മാത്രം, ആ റിസൾട്ട് പോസിറ്റീവ്ലി വന്നതിന് ശേഷം മാത്രം ആ മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കുറച്ചുകൂടെയല്ലേ ഉള്ളൂ, അത് ഓക്കെ ആയി പോയിക്കോളും, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരാതിരിക്കുക. അതാണ് യൂണിവേഴ്സ് തരുന്ന സ്പെഷ്യൽ മെസ്സേജ്. ചില വ്യക്തികൾ എന്തൊക്കെയോ സങ്കടങ്ങൾ മൂലം വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ മിണ്ടാതെ റൂമിൽ കംപ്ലീറ്റ്ലി അടച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ സമയത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ഇടപഴകാൻ ശ്രമിക്കുക. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കാതെ അവരോടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഹാപ്പി വൈബിൽ ഇരിക്കാൻ നോക്കുക. ഓക്കെ, എന്ത് സങ്കടമാണെങ്കിലും മെല്ലെ മെല്ലെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. പക്ഷെ അതിന് നിങ്ങളുടെ മൈൻഡ് ആദ്യം ഒന്ന് ഫ്രീ ആക്കണം, റിഫ്രഷ്ഡ് ആവണം. സോ ഫുള്ളി ആ ഒരു ഇരുട്ടിലിരിക്കാതെ വെളിച്ചം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഒരടഞ്ഞ മുറിയിലേക്ക് പ്രകാശം കയറണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ആ വിൻഡോ ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യണം, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഓപ്പൺ ചെയ്യണം. നന്മകളെ, അനുഗ്രഹങ്ങളെയൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവണം.
പിന്നെ പലർക്കും ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നല്ല മൊമെൻറ്റ്സിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര ബാഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അത്രമേൽ പിന്തുണ നൽകി അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് യൂണിവേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ അനുഗ്രഹമാണ് നിങ്ങൾക്ക്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല മനസ്സുള്ളവരുടെ ഒരു ശക്തി കൊണ്ടായിരിക്കും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടായിരിക്കും. അത് യൂണിവേഴ്സ് അയച്ച വ്യക്തികളാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടാണെങ്കിലും ഒക്കെ സ്നേഹത്തോടെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരോടൊക്കെ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും വിഷമിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ വീട്ടുകാരോട് പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതൊന്ന് എത്രയും പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം വീട്ടുകാരോട് പറയണം, പക്ഷെ നിങ്ങൾക്കത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്ന സ്പെഷ്യൽ മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നൊരു വ്യക്തി നിങ്ങളുടെ ഫാദർ ആയിരിക്കും, നിങ്ങളുടെ അച്ഛനായിരിക്കും എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ്റെ വാക്കുകളും അച്ഛൻ്റെ സംരക്ഷണമൊക്കെ നിങ്ങളുടെ ഏത് സിറ്റുവേഷനാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാൻ അച്ഛൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഫാദർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും കാര്യം വീട്ടിൽ പറയണം, പക്ഷേ പറ്റുന്നില്ല, പേടിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ മെസ്സേജ് ലഭിക്കുന്നു, നിങ്ങളുടെ അച്ഛന് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുക, എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് ഒന്ന് തീരുമാനങ്ങൾ എടുക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ചിലവരുടെ കേസിൽ അച്ഛനാവാനുള്ള യോഗം ഒക്കെ കാണാൻ സാധിക്കുന്നു. ഉടൻ തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു യോഗം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. യൂണിവേഴ്സ് ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് തരുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലവ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ റീയൂണിയൻ്റെ പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സഹായിക്കും. എന്തെങ്കിലും ട്രോമയൊക്കെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സഹായിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിൻ്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അത്രമേൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരെ പുറത്തു വരാൻ നിങ്ങളുടെ പുതിയ പാർട്ട്ണർ നിങ്ങളെ സഹായിക്കും. നിങ്ങളെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്രമേൽ അടിപൊളിയായിട്ടുള്ള, അത്രമേൽ എന്താ പറയുക, പവറുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും. സോ ബി റെഡി ഫോർ ഇറ്റ്. നിങ്ങളുടെ ഫാദറിനെ പോലെ ഒരു അച്ഛൻ്റെ സ്നേഹമൊക്കെ തരുന്ന രീതിയിലായിരിക്കും ഈ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നതും നിങ്ങളെ സ്നേഹിക്കുന്നതും. ഒരു സംരക്ഷണമൊക്കെ ഒരു അച്ഛൻ്റെ സംരക്ഷണമൊക്കെ പോലെ ആയിരിക്കും പലർക്കും. സോ അത്രമേൽ ബ്ലെസ്സിങ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങൾ കുറേ നാളുകളായിട്ട് റിലേഷൻഷിപ്പിൽ കുറേ സഫർ ചെയ്തിട്ടുണ്ടാവും. ആ സഫറിങ് ഒക്കെ തീരാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പുതിയ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഹാപ്പിലി ഫോർ എവർ എന്ന് പറയില്ല, അതുപോലെ ലോങ് ടേം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമല്ലോ, ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ലവ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. സോ ബി ഹാപ്പി. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്, നിങ്ങളുടെ വർക്ക് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ക്രൂഷ്യൽ തിങ്സ്, അത് ചിലപ്പോൾ മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിലോ കോളോ അങ്ങനെയുള്ള തിങ്സ് വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഡെഡ് ലൈൻ, അവസാനത്തെ ഡേറ്റൊക്കെ കഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും, അയ്യോ അതിൻ്റെ ഡേറ്റ് ഇന്നലെ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞു പോയല്ലോ. പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
പിന്നെ ഫിനാൻഷ്യലി കുറച്ച് പേര് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട്, പലർക്കും കുറച്ച് മാസങ്ങളായിട്ട്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വിഷമിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ നാളെ എന്ത് ചെയ്യും? എനിക്ക് ഇവർക്ക് കൊടുക്കാനുണ്ടല്ലോ, എനിക്ക് ലോൺ എടുക്കാനുണ്ടല്ലോ, ആകെ ഇത്ര രൂപ കയ്യിലുള്ളൂ എന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ നോ വറീസ്. നിങ്ങൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും. വഴികൾ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും, ലാസ്റ്റ് സെക്കൻഡിലായിരിക്കും തിങ്സ് വിൽ ചേഞ്ച്. മാറ്റങ്ങളുണ്ടാവും. സമൃദ്ധി, ഐശ്വര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. പൈസ നിങ്ങളുടെ അടുത്തേക്ക് വരും. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. നിങ്ങളുടെ ഹാർഡ് വർക്കിന് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും. ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, 100% കൊടുക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. തിങ്സ് വിൽ ചേഞ്ച്. മാറ്റങ്ങളുണ്ടാവും. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. സോ പൈസയുടെ കാര്യത്തിൽ ആരെയും വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ സൈഡ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള തിങ്സ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ. ഓക്കെ, നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ചിലവർ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും പുതിയ തിങ്സ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. മൈറ്റ് ബി ഒരു യൂട്യൂബ് ചാനലാവാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങൾ എന്താ പറയുക, ഓരോ ഡേ ബൈ ഡേ അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് പോകാനും അതിലൊരു ഗ്രോത്ത് ഉണ്ടാവാനും സാധിക്കുമെന്നുള്ളൊരു മെസ്സേജ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള തിങ്സ് ചെയ്യുക. നിങ്ങളുടെ കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. ഓവറോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സാൽ പ്രൊട്ടക്റ്റഡ് ആണ്. യൂണിവേഴ്സിൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. മലകമാരുടെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു മെസ്സേജ് കൂടി ബാക്കിയുണ്ടല്ലേ. നമുക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് റോസ്. അത്രമേൽ മനോഹരമാണത്. പക്ഷേ അതിൻ്റെ കൂടെ മുള്ളുകളും ഉണ്ടല്ലേ. ജീവിതം അങ്ങനെയാണ്. വിജയമുണ്ടെങ്കിൽ ചില സമയത്ത് പരാജയങ്ങളുണ്ടാവും. തീയോടൊപ്പം പുകയും ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിൽ ചില സമയത്ത് ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാർമേഘത്തിനപ്പുറത്ത് ഒരു മഴയുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ജീവിതം. എത്ര പ്രശ്നമാണെങ്കിലും ആ കാറ്റും കോളൊക്കെ ഒഴിയുമ്പോൾ മഴ പെയ്യും, ആകാശം തെളിയും. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാണുന്നവരിക്കും ദിസ് ഈസ് മിസ് സ്നേഹ സൈനിങ് ഓഫ്. ബൈ.